നമസ്കാരം. എല്ലാവർക്കും നക്ഷത്ര വോയിസിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ശബരിമല മലകളിൽ പകലും രാത്രിയും മുഴങ്ങുന്ന ഒരു ദൈവിക ഊർജമുണ്ട്. അതൊരു ശക്തി മാത്രമല്ല, ഒരു ജീവനാണ്. ആ ശക്തി എല്ലാ ഭക്തന്റെയും കാൽപ്പാടുകൾ താങ്ങുന്ന ധർമ്മശാസ്താവ് അയ്യപ്പസ്വാമി. ഒന്നൊന്നായി ഉയരുന്ന മലകളുടെ മീതെ മൂടൽ മഞ്ഞിനകത്ത് തിളങ്ങുന്ന അയ്യപ്പൻ്റെ സ്വർണ്ണ പരവതാനിയിൽ അവിടുന്ന് ഒരു വാക്കു മാത്രം പറയുന്നു: എന്നെ വിളിക്കൂ, ഞാനുണ്ട്. പക്ഷേ നിങ്ങൾക്കറിയുമോ, ജന്മം പോലും തിരഞ്ഞെടുക്കുന്നത് സ്വാമി തന്നെയാണ്. ചിലർ ജനിക്കുമ്പോൾ തന്നെ അയ്യപ്പസ്വാമി കൈകോർത്ത് കൂടെ നടക്കുന്നു. അവരുടെ ശ്വാസത്തിൽ വരെ സ്വാമിയുടെ അനുഗ്രഹം കലർന്നിരിക്കും. അവരോട് അന്യായം ചെയ്യാൻ നോക്കുന്നവർ, വഞ്ചിക്കാൻ പോകുന്നവർ, അവരെ കളിയാക്കാൻ ശ്രമിക്കുന്നവർ ജീവിതത്തിൻ്റെ ഏതു കോണിൽ ഒളിച്ചാലും സ്വാമിയുടെ കണ്ണിൽ നിന്ന് രക്ഷപ്പെടില്ല. അവർക്കു നേരെ ഒരു കാറ്റ് വീശും, ഒരു തിരിച്ചടി പറക്കും. ധർമ്മത്തെ സംരക്ഷിക്കുന്നവരെ ധർമ്മം തന്നെ സംരക്ഷിക്കും. അവരുടെ ജീവിതപാതയിൽ വീഴുന്ന കല്ലുകൾ മാറ്റിവെച്ച് മോക്ഷത്തിലേക്കുള്ള വഴിയിലേക്ക് സ്വാമി തന്നെ നയിക്കും. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അത്തരത്തിലുള്ള ഭക്തജനങ്ങളെക്കുറിച്ചാണ്. ജനനം മുതൽ തന്നെ അയ്യപ്പസ്വാമിയുടെ കാവലിന് കീഴിൽ നടക്കുന്നവർ, ജീവിതത്തിൽ എന്തു സംഭവിച്ചാലും സ്വാമി ഒരിക്കലും വിട്ടേക്കാത്തവർ. അവരെ അനാവശ്യമായി വേദനിപ്പിച്ചാൽ സ്വാമി മിണ്ടാതിരിക്കില്ല, നേരിട്ട് ഇടപെടുന്നു. അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹത്തോടെ നടക്കുന്ന 6 ശക്തനായ നക്ഷത്രക്കാർ: മകം, ഉത്രം, ഉത്രാടം, തിരുവോണം, അവിട്ടം, രേവതി. അപ്പോൾ ഈ നക്ഷത്രക്കാർ ആരാണ്? എന്താണ് അവരുടെ ശക്തി? എന്തുകൊണ്ടാണ് ഇവരെ വേദനിപ്പിക്കാൻ സ്വാമി അനുവദിക്കാത്തത്? ഇതെല്ലാമാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ശരണമയ്യപ്പ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ നക്ഷത്ര വോയിസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആദ്യത്തേത് മകം നക്ഷത്രം. മകം നക്ഷത്രക്കാർ അയ്യപ്പസ്വാമിയുടെ കരുത്തിൻ്റെ പ്രതീകങ്ങളാണ്. മകം നക്ഷത്രത്തിൽ ജനിച്ചവർ ശരീരശക്തിയിലും മനഃശക്തിയിലും അയ്യപ്പസ്വാമിയുടെ കരുത്ത് ഉൾക്കൊണ്ടവരാണ്. ഇവരുടെ ജീവിതത്തിൽ കഷ്ടതകൾ വരില്ല എന്നല്ല, പക്ഷേ ഓരോ കഷ്ടതയ്ക്കു പിന്നിലും ഒരു വലിയ കരുതലുണ്ട്, ഒരു അദൃശ്യ കൈകളുണ്ട്. അത് അയ്യപ്പസ്വാമിയാണ്. മകം നക്ഷത്രക്കാരെ അനാവശ്യമായി വേദനിപ്പിക്കുന്നവരുടെ ജീവിതത്തിൽ ഒരു ശക്തമായ കാറ്റ് വീശും. അത് യാദൃശികമല്ല, അത് ഭാഗ്യം മാറുന്നതല്ല, അത് ധർമ്മത്തിൻ്റെ തിരിച്ചടി, അയ്യപ്പസ്വാമിയുടെ നീതി. മകം നക്ഷത്രക്കാർ പലപ്പോഴും ഒന്നും ശരിയല്ല, എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നു എന്നൊരു ഉള്ളുരുമ്പൽ അനുഭവിക്കും. അതൊരു സാധാരണ തോന്നലല്ലെന്ന് പല ഭക്തരും പറയുന്നു. അത് അയ്യപ്പസ്വാമിയുടെ മുന്നറിയിപ്പാണ്, എത്രയും ശ്രദ്ധിക്കണം എന്നൊരു സൂചന. മകം നക്ഷത്രക്കാർ ഹൃദയശുദ്ധിയുള്ളവരാണ്. അതാണ് സ്വാമിയെ അവർക്ക് ഏറ്റവും അടുത്ത് നിർത്തുന്നത്. അവർ തെറ്റില്ലാത്തിടത്ത് സ്വാമി ഒരിക്കലും അവരെ വീഴ്ത്തുകയില്ല. ശരണമയ്യപ്പ. ഉത്രം നക്ഷത്രം. ഉത്രം നക്ഷത്രക്കാരെ നടപ്പിലൂടെ തന്നെ ധർമ്മപുസ്തകം തുറന്നു വെക്കുന്നവർ എന്ന് പറയുന്നത് തെറ്റല്ല. ഇവർ ഒരിക്കലും കുത്തനെ സംസാരിക്കാറില്ല, തെറ്റായി പെരുമാറില്ല, അനാവശ്യമായി ആരെയെങ്കിലും വേദനിപ്പിക്കില്ല. പക്ഷേ ഒരു ആളെങ്കിലും ഉദ്ദേശപൂർവം ഇവരെ വേദനിപ്പിച്ചാൽ ഉത്രം നക്ഷത്രക്കാർ അത് കുറച്ചുകാലം സഹിക്കും, ഹൃദയത്തിൽ അടച്ചും വയ്ക്കും. പക്ഷേ അയ്യപ്പസ്വാമിയാണ് സഹിക്കാത്തത്. ഇവർക്ക് ജീവിതത്തിൽ പലപ്പോഴും വലിയ അപകടങ്ങൾ ഒഴിവാകുന്നതും തീവ്രമായ പ്രശ്നങ്ങൾ അവസാന നിമിഷം മാറി നിൽക്കുന്നതും സാധാരണമാണ്. അപകടം ഒഴിവാകുക, ജോലി നഷ്ടപ്പെടേണ്ടടുത്ത് അവസാന നിമിഷം രക്ഷപ്പെടുക, ദൃഷ്ടി പിടിക്കേണ്ടത് പിടിക്കാതെ പോകുക, വിദ്വേഷം ശക്തി പ്രാപിക്കാനിരിക്കുമ്പോൾ തന്നെ ഒഴിഞ്ഞു പോകുക, ഇതൊന്നും യാദൃശ്ചികമല്ല. ആ ശബ്ദമില്ലാത്ത ദിവ്യരക്ഷ അയ്യപ്പസ്വാമിയുടെ കരുതലാണ്. ശരണമയ്യപ്പ. അവിട്ടം നക്ഷത്രം. അവിട്ടം നക്ഷത്രക്കാർ വീണാലും വീണ്ടും ഉയരും. ഉയരുമ്പോൾ അവർ രണ്ടിരട്ടിയായി ഉയരും. കാരണം
അവർക്കുള്ളത് സാധാരണ ശക്തിയല്ല, അത് അയ്യപ്പസ്വാമിയുടെ കരുതൽ. ഇവർക്കെതിരെ അനാവശ്യമായി ശത്രുത വെക്കുന്നവരുടെ ജീവിതം ഒരിക്കലും നേരായ പാതയിൽ പോകുകയില്ല. അതൊന്നും പ്രതികാരമല്ല, അതോ ശാപവുമല്ല. അത് അയ്യപ്പസ്വാമി ഇവരെ കാത്തുസൂക്ഷിക്കുന്ന വിധം മാത്രമാണ്. അവിട്ടം നക്ഷത്രക്കാരെ ഒരു അപകടവും മുന്നറിയിപ്പില്ലാതെ സമീപിക്കുകയില്ല. അവർക്ക് സ്വപ്നമുഖേന സൂചനകൾ കിട്ടാറുണ്ട്. ചുറ്റും നെഗറ്റീവായ എന്തെങ്കിലും ശക്തി വന്നാൽ സ്വാമി അത് മുമ്പേ അറിയിക്കും. ആരാണ് ശരി, ആരാണ് തെറ്റി എല്ലാം സ്വാമി അവർക്ക് വ്യക്തമായി കാണിച്ചു തരും. ഔട്ടം നക്ഷത്രക്കാരുടെ ഹൃദയം ശുദ്ധമാണ്. അതിനാലാണ് അയ്യപ്പസ്വാമി ഒരു നിമിഷം പോലും അവരെ വിട്ടുനിൽക്കാത്തത്. ശരണമയ്യപ്പ. ഉത്രാടം നക്ഷത്രം അയ്യപ്പസ്വാമിയുമായുള്ള ഏറ്റവും ആഴത്തിലുള്ള ആത്മബന്ധമുള്ള നക്ഷത്രങ്ങളിലൊന്നാണ് ഉത്രാടം. ഇവരുടെ ജീവിതം 3 പ്രാവശ്യം വരെ തകർന്നു പോകാം, പൂർണ്ണമായി നിലം പൊത്താം. എന്നാൽ 4-ാം പ്രാവശ്യം ഉയരുമ്പോൾ അത് ഇവരുടെ കഴിവുകൊണ്ടുമല്ല, ബുദ്ധി കൊണ്ടുമല്ല, സ്വാമിയുടെ ശരണം കൊണ്ടാണ്. സ്വാമിയുടെ കരുത്താണ് അവരെ വീണ്ടും ഉയർത്തുന്നത്. ഉത്രാടം നക്ഷത്രക്കാർക്കുള്ള ഒരു അത്ഭുതകരമായ പ്രത്യേകത, ഇവർക്കെതിരെ വിരോധം വെച്ച് ചതിയും പകയും സൂക്ഷിച്ച് ആരും ശ്രമിച്ചാൽ ആ ദോഷം ഇവരെ സ്പർശിക്കില്ല. സ്വയം തിരിച്ചുപോയി അതേ ആളിൻ്റെ ജീവിതം തന്നെ തകർക്കും. മന്ത്രവാദം, ദൃഷ്ടി, വശീകരണം ഇവയെല്ലാം ഏറ്റവും വേഗത്തിൽ തിരിച്ചടിയായി പോകുന്ന ദൈവരക്ഷിത നക്ഷത്രമാണ് ഉത്രാടം. ചിലർ പറയാറുണ്ട്, ഇവരുടെ വീട്ടുവളപ്പിൽ പോലും ഒരു അദൃശ്യമായ അയ്യപ്പൻ്റെ കവചമുണ്ട്. ആരും ഇവരെ ചതിച്ചാൽ അത് കർമ്മയല്ല, അതാണ് സ്വാമിയുടെ കാവൽ. സ്വാമി മുൻകൂട്ടി പിടിച്ചു നിർത്തുന്ന സംരക്ഷണം. ഉത്രാടം നക്ഷത്രക്കാർ വീഴാം, പക്ഷേ ഒരിക്കലും തോൽക്കില്ല. കാരണം അവർക്കൊപ്പം അയ്യപ്പസ്വാമിയുടെ ശരണമുണ്ട്. ശരണമയ്യപ്പ. രേവതി നക്ഷത്രം. രേവതി നക്ഷത്രത്തിൻ്റെ സ്വഭാവം തന്നെ ശാന്തി, ശുദ്ധി, ഭക്തി. ഇവരുടെ ജീവിതത്തിൽ എന്ത് കുഴപ്പമുണ്ടായാലും വീട്ടിൽ കലഹം വരട്ടെ, പണിയില്ലാതായെങ്കിലും വലിയ പ്രതിബന്ധം വരട്ടെ, ശാരീരിക ബുദ്ധിമുട്ട് വന്നാലും രേവതി നക്ഷത്രക്കാർ സ്വാമി ശരണം എന്ന് വിളിക്കുന്ന നിമിഷം കടുത്ത പ്രശ്നങ്ങൾ പോലും മൃദുവാകാൻ തുടങ്ങും. അത് അവരുടെ ജീവിതത്തിൽ പതിവായി നടക്കുന്ന ചെറു അത്ഭുതങ്ങളാണ്. രേവതി നക്ഷത്രക്കാർക്ക് അയ്യപ്പസ്വാമിയോടുള്ള ആത്മബന്ധം വളരെ സത്യസന്ധമാണ്. അവർ ഭയത്തോടെ, വേദനയോടെ അല്ലെങ്കിൽ ആശയക്കുഴപ്പത്തോടെ സ്വാമിയുടെ പേരെടുത്താൽ തുറക്കാൻ കഴിയാത്ത വാതിലുകൾ തുറക്കും, തടസ്സങ്ങൾ മാറും, ഹൃദയത്തിലൊരു പുതിയ ശക്തി നിറയും. സ്വാമി ശരണം മറ്റുള്ളവർക്ക് മന്ത്രമായിരിക്കാം, പക്ഷേ രേവതി നക്ഷത്രക്കാർക്ക് അത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ദൈവിക ശക്തിയാണ്. അവർ ചിന്തിക്കുന്നു, സ്വാമി എൻ്റെ വഴികൾ നീ തുറക്കണം. അപ്പോൾ തന്നെ അയ്യപ്പസ്വാമിയുടെ കാവൽ അവരുടെ ചുറ്റും ഒരു വലയമായി പരക്കും. രേവതി നക്ഷത്രക്കാർക്ക് സംഭവിക്കുന്ന നല്ല കാര്യങ്ങൾ ഇവരുടെ ഭാഗ്യം കൊണ്ട് മാത്രമല്ല, സ്വാമിയുടെ അനുഗ്രഹം കൂടി കൊണ്ടാണ്. ശരണമയ്യപ്പ. തിരുവോണം നക്ഷത്രം. അയ്യപ്പസ്വാമിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്വഭാവം ഏതെന്ന് ചോദിച്ചാൽ കരുണയും ക്ഷമയും. തിരുവോണം നക്ഷത്രക്കാർക്ക് ഈ 2 ഗുണങ്ങളും ജന്മസിദ്ധമാണ്. ഇവരെ കണ്ണീരിലാക്കുന്നത് അത്ര എളുപ്പമല്ല. പക്ഷേ ഒരാൾ ഇവരെ വേദനിപ്പിച്ചാൽ സ്വാമി ഇടപെടുന്ന രീതി നടുങ്ങിപ്പോകുന്നതാണ്. തടസ്സങ്ങൾ നീങ്ങുക, രോഗങ്ങൾ മാറുക, കടങ്ങൾ തീരുക, ശത്രുക്കൾ മാറി നിൽക്കുക. ഇത് തിരുവോണം നക്ഷത്രക്കാരുടെ അയ്യപ്പാനുഗ്രഹത്തിൻ്റെ വ്യക്തമായ അടയാളങ്ങളാണ്. ശരണമയ്യപ്പ. ഇത്രയും നക്ഷത്രക്കാരെക്കുറിച്ചുള്ള സത്യങ്ങൾ കേട്ടപ്പോൾ ഒരു കാര്യം മാത്രം വ്യക്തം. അയ്യപ്പസ്വാമി ആരെയും അനാവശ്യമായി വേദനിപ്പിക്കില്ല. പക്ഷേ സ്വാമി അനുവദിക്കാത്ത ഒരു കാര്യമുണ്ട്, ഈ നക്ഷത്രക്കാരെ അന്യായം ചെയ്യുന്നത്. അവർ കരയുമ്പോൾ ആ കണ്ണുനീർ മണ്ണിൽ വീഴുന്നില്ല, സ്വാമിയുടെ പാദത്തിലേക്ക് തന്നെ വീഴും. അവർ പറഞ്ഞു പോകാതെ സഹിക്കുന്ന വേദന സ്വാമി നിശബ്ദമായി കേൾക്കും. അവർ ഒറ്റപ്പെടുന്ന ദിവസങ്ങളിൽ അവരെ പിന്നിൽ നിന്ന് പിടിച്ച് ഉയർത്തുന്നത് മറ്റാരുമല്ല, ധർമ്മശാസ്താവ് തന്നെ. അയ്യപ്പൻ്റെ അനുഗ്രഹമുള്ള ഈ നക്ഷത്രക്കാർ തടസ്സങ്ങൾ കണ്ടിട്ടുണ്ട്.
വഞ്ചനകൾ കണ്ടിട്ടുണ്ട്. ഒച്ച പറയാതെ പലതും സഹിച്ചിട്ടുമുണ്ട്. പക്ഷേ അവസാനത്തിൽ ഒരു കാര്യം നിങ്ങൾ മറക്കരുത്. സ്വാമിയെ കൂടെ വെച്ചവർ തോറ്റിട്ടില്ല, തോൽക്കുകയുമില്ല. ഇവരുടെ ജീവിതം മന്ദഗതിയിൽ പോകുന്നതായി തോന്നിയാലും ഒരു ദിവസം പെട്ടെന്ന് വഴി മുഴുവൻ തുറന്നു തെളിയും. ആ ദിവസം സ്വയം പോലും ഇതെങ്ങനെ സാധിച്ചു എന്ന് ചോദിക്കും. കാരണം അതൊരു മിറാക്കിളല്ല, അത് അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം. എല്ലാ ഭക്തർക്കും ഒരു വാക്ക്: നിങ്ങളുടെ ഭക്തി വിടരുത്, നിങ്ങളുടെ ഹൃദയശുദ്ധി വിടരുത്, നിങ്ങളുടെ വഴിയിൽ നീതി മാത്രം നടക്കുക. ഒരു ദിവസം നിങ്ങളുടെ ജീവിതം നിങ്ങൾ പോലും വിചാരിക്കാത്ത രീതിയിൽ ഉയരുമെന്ന് ഉറപ്പ്. ശരണമയ്യപ്പ, സ്വാമി ശരണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നക്ഷത്ര വോയിസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.